അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇത്തവണ LDF തിരിച്ചു പിടിക്കും. ഞങ്ങൾ വളരെയേറെ നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ്. അങ്ങാടിപ്പുറത്ത് LDF ശക്തമായ പോരാട്ടത്തിലാണ്. ഇത്തവണ ഭരണം പിടിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് പ്രചരണം LDF സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ 22-ാം വാർഡ് ചെരക്കാപ്പറമ്പ് വാർഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ സ്ഥാനാർത്ഥി പര്യടനത്തിന് നേരത്തെ പ്രതിപക്ഷ നേതാവും ആയിരുന്ന KT നാരായണ മാഷ് തന്നെ കൂടെയുണ്ട്. സ്ഥാനാർത്ഥിയുടെ ഒന്ന് പരിചയപ്പെടുന്ന സ്ഥാനാർത്ഥിയുടെ പേരൊന്ന് പറഞ്ഞേ. എന്റെ പേര് ഭവാനി. അപ്പോൾ ഈ വീടുകളിലൊക്കെ കയറുമ്പോൾ വോട്ടർമാരെ കാണാനുള്ള നേരിട്ട് പോകുന്നത്, അവരുടെയൊക്കെ പ്രതികരണം എന്താണ്? നല്ല പ്രതികരണമാണ്. വിജയപ്രതീക്ഷ ഉണ്ടോ? വിജയപ്രതീക്ഷ ഉണ്ട്. ഇത് UDF നേരത്തെ വിജയിച്ച വാർഡാണ്. അപ്പോ വിജയിക്കാൻ കഴിയുമെന്ന് കരുതുന്ന എന്തൊക്കെ ഘടകങ്ങളാണ് വിജയിക്കാൻ കഴിയുന്നത്? ഉറപ്പുണ്ട്. ചെരക്കാപ്പറമ്പ് 22-ാം വാർഡില് പ്രചരണം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ പോരാട്ടം UDF ഭരണം നിലനിർത്തുമെന്നും LDF ഭരണം പിടിച്ചെടുക്കുമെന്നുള്ള ഒരു വാശിയേറിയ പോരാട്ടമാണ്. KT നാരായണ മാഷ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ ഈ വാർഡിലും അതുപോലെ പഞ്ചായത്തിലും ഇവിടെ വിജയിക്കുകയും പഞ്ചായത്തിൽ ഭരണം കിട്ടുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മാഷ്? തീർച്ചയായും അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇത്തവണ LDF തിരിച്ചു പിടിക്കും. ഞങ്ങൾ വളരെയേറെ നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ്. കാരണം ജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലാകെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരു വമ്പിച്ച വിജയം LDFനെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വാർഡിൽ 3 തവണ ഞാൻ മെമ്പറായിരുന്നു. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ വാർഡ് LDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു പിടിക്കും. അതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടാണ്. ഈ വാർഡിലെ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ പൊതുവെ കുറവായ ഒരു വാർഡാണ് ഈ വാർഡ്. വാർഡിൽ ഒരുപാട് ആളുകളുടെ വിഷയങ്ങൾക്ക് നമ്പറിംഗ് ആയാലും മറ്റു കാര്യങ്ങൾക്കൊന്നും വേണ്ടത്ര ഒരു ഗൗരവം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലൂടെ കിട്ടിയിട്ടില്ല. പലരും നമ്പറിങ്ങിന്റെ കാര്യത്തിലും പെർമിറ്റിന്റെ കാര്യത്തിലും പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ വിവാഹ സഹായത്തിനായാലും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വിഷയമുണ്ട്. അത് ഞങ്ങൾ വന്നാൽ 22-ാം വാർഡ് തിരിച്ചു പിടിക്കുന്നതോടുകൂടി ആ പ്രശ്നത്തിനെല്ലാം ഞങ്ങൾ പരിഹാരം കാണും. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം, പെൻഷൻ വർധനവ്, സ്ത്രീകൾക്ക് പെൻഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ വിജയത്തിന് പ്രധാന ഘടകമാവുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും LDF സർക്കാരിന്റെ ജനങ്ങളോടുള്ള സമീപനം വളരെ വികസനോന്മുഖവും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണത്തിനുള്ളതാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന പദ്ധതികളടക്കം കേരളത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ, സ്ത്രീ സുരക്ഷാ പദ്ധതി, BPL കാർഡിലെയും അതുപോലെ തന്നെ മഞ്ഞക്കാർഡിലെയും ആളുകൾക്ക് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് പെൻഷൻ നൽകുന്ന പ്രഖ്യാപനം വളരെ ആവേശത്തോടു കൂടിയാണ് ഈ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ വീടുകൾ കയറുമ്പോൾ അവർ ഞങ്ങളോട് സർക്കാർ ഇത് ചെയ്തിട്ടുള്ള നല്ലൊരു കാര്യമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് വീടുകളൊക്കെ കയറിയ സമയത്ത് പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച സർക്കാരിന് നല്ല പിന്തുണ ഞങ്ങൾ നൽകും, ഈ സർക്കാരാണ് പറഞ്ഞത് ചെയ്യുന്നത് എന്നുള്ളത് അവർ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് സർക്കാർ പ്രഖ്യാപിച്ച 3600 രൂപ, കഴിഞ്ഞ മാസത്തെ 1600-ഉം ഈ മാസത്തെ 2000-ഉം അവരുടെ അക്കൗണ്ടുകളിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് പലരും ഞങ്ങളോട് പറയുന്നുണ്ട്. അങ്ങനെ സർക്കാരിന്റെ നേട്ടങ്ങളെ ഉയർത്തി കാണിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ, പഞ്ചായത്തിലാകെ കഴിഞ്ഞ വർഷം വലിയ നഷ്ടം ഈ പഞ്ചായത്തിന് വരുത്തിയ ഒരു പഞ്ചായത്താണ് അങ്ങാടിപ്പുറം. 10,37,00,000 രൂപ 5 കൊല്ലം കൊണ്ട് നഷ്ടപ്പെടുത്തി. വികസന പ്രവർത്തനങ്ങളൊന്നും വിവേചനമില്ലാതെ നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ശ്മശാനമായാലും ഗ്രൗണ്ടുകളായാലും അതുപോലെ പദ്ധതി തുക ചെലവഴിക്കുന്ന കാര്യത്തിലായാലും വലിയ പിന്നോട്ടടി 5 കൊല്ലത്തിനുണ്ടായി. ആ നഷ്ടപ്പെട്ട 5 വർഷം തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അങ്ങനെ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഇടതുപക്ഷം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പഞ്ചായത്തിലാകെ വിജയിക്കുമ്പോൾ ഈ വാർഡിലും LDF തിളക്കമാർന്ന വിജയം ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും.
എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് KT നാരായണ മാഷും സ്ഥാനാർത്ഥിക്കൊപ്പം ഉള്ളവരെല്ലാം വലിയ പ്രതീക്ഷയാണ്. ഈ വാർഡ് തിരിച്ചു പിടിക്കും. 3 പ്രാവശ്യം KT നാരായണ മാഷ് ഇവിടെ വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത് UDF പിടിച്ചെടുത്തു. അപ്പോൾ ഇത്തവണ തിരിച്ചു പിടിക്കും. അതുകൂടാതെ പഞ്ചായത്ത് ഭരണവും തിരിച്ചു പിടിക്കുമെന്നാണ് നാരായണ മാഷ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഏതായാലും തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ്. ആരെ വേണം, ആരെ വാഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അക്കാര്യം ജനങ്ങൾക്ക് വിടുന്നു. ജനം തീരുമാനിക്കട്ടെ ആര് വേണമെന്ന്. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്ട്, ചാനൽ 10, പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.